ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. വേണു, നീ ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട. നിന്റെ മോൾക്ക് വേറൊരു വരനെ കിട്ടുമോ നോക്ക്. കൂട്ടത്തിൽ അല്പം പ്രായം ചെന്ന ഒരാൾ വേണുവിനോട് പറഞ്ഞു. ഈ അവസാന നിമിഷം ഞാൻ ആരെ വിശ്വസിച്ച് എൻ്റെ കുഞ്ഞിനെ കൈപിടിച്ച് ഏൽപ്പിക്കും? ഉള്ളതെല്ലാം വിറ്റുപുറുക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ചത്. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? അച്ഛൻ്റെ സങ്കടം കണ്ട് ചന്തു വേഗം പന്തലിൽ നിന്ന് എഴുന്നേറ്റ് അയാൾക്കടുത്തേക്ക് ചെന്നു. എന്നാൽ അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചന്തുവിനെ കണ്ട് സൂര്യ ഒന്ന് ഞെട്ടിയിരുന്നു. എന്താ ചേട്ടാ പ്രശ്നം? അവിടെ കൂടിയുന്ന ഒരാളോട് ദേവൻ ചോദിച്ചതും അയാൾ അവനൊന്ന് നോക്കിയിട്ട് കാര്യം പറഞ്ഞു. കല്യാണ ചെക്കന് കാമുകിയോട് വിളിച്ചോടി. പാവം വീണു. അയാൾക്കാണെങ്കിൽ എന്തോ വലിയ അസുഖമുള്ളതാ. വീട് വരെ വിറ്റിട്ടാ ഈ ചെലവുകളൊക്കെ ഒന്ന് ഒതുക്കിയത്. അയാൾ പതിയെ പറഞ്ഞതും സൂര്യയുടെ മിഴികൾ ചന്തുവിൽ പതിഞ്ഞു. അച്ഛാ! ചന്തുവിന്റെ വിളി കേട്ട അയാൾ അവളെ വേദനയോട് നോക്കി. മോളെ! വേണു സങ്കടത്തോടെ വിളിച്ചു. വാ അച്ഛാ, നമുക്ക് പോകാം. ഉള്ളിൽ സങ്കടം തോന്നിയെങ്കിലും അവൾ പുറമെ നല്ല ബോൾഡായി തന്നെയാണ് അയാളോട് പറഞ്ഞത്. ലച്ചു വേഗം ചെന്ന് ചന്തുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ ചെറു ചിരിയോടെ ലച്ചുവിനെ നോക്കി. ഇനിയും അവിടെ അങ്ങനെ നാണം കെട്ട് നിൽക്കാൻ വേണുവിന് തോന്നിയില്ല. അയാൾ ചന്തുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് അവിടുന്ന് തകർന്ന മനസ്സോടെ പുറത്തേക്ക് നടന്നു. സാരിത്തലപ്പ് കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ശാന്തയും അവർക്ക് പിറകെ നടന്നു. എല്ലാവരും ആ കാഴ്ച വേദനയോടെ നോക്കി നിന്നു. എല്ലാ മുഖങ്ങളിലും നിസ്സഹായത മാത്രം താളം കെട്ടി. സൂര്യയുടെ അടുത്ത് നിന്ന ദേവൻ അപ്പോഴാണ് ചന്തുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന സൂര്യയെ കണ്ടത്. അവൻ സൂര്യയുടെ അമ്മയെയും അച്ഛനെയും നോക്കി. അവിടെയും അതേ ഭാവമാണ്. ഒന്ന് നിൽക്ക്! പെട്ടെന്ന് പിറകിൽ നിന്ന് കേട്ട വിളിയിൽ വേണുന്ന് നിന്നു. അയാൾ തല മാത്രം തിരിച്ചുകൊണ്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കി. വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് നാരായണൻ പതിയെ മുന്നോട്ട് വന്നു. എന്റെ മകൻ സൂര്യ നിന്റെ മകളെ താലി ചാർത്തും. താർന്നിങ്ങ് പാടും, നമുക്ക് സംസാരിക്കാം. നാരായണൻ അങ്ങനെ പറഞ്ഞത് സൂര്യയുടെ മിഴികൾ വല്ലാതെ വിടർന്നു. ദേവൻ അത്ഭുതത്തോടെ സൂര്യയെ നോക്കി. വേണുവിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. ഇത് കേട്ട ചന്തു ആ അവസ്ഥയിൽ സൂര്യയെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഭാനുവിന്റെയും ലച്ചുവിന്റെയും മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ഉദിച്ചു. മടിച്ചു നിൽക്കുന്ന വേണുവിനെ കണ്ട് ശാന്ത അയാളുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. വേണു പതിയെ നാരായണന്റെ അടുത്തേക്ക് ചെന്നു. ഇതെന്റെ മകൻ സൂര്യനാരായണൻ. മുംബൈയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ജോലിയും ഒരു കുടുംബത്തിന് സുഖമായി ജീവിച്ചു പോകാനുള്ള ശമ്പളമുണ്ട്. മറ്റു ദുശീലങ്ങളൊന്നുമില്ല. ഒരു പെണ്ണ് കെട്ടാനുള്ള എല്ലാ യോഗ്യതയും ഇവനിൽ ഞാൻ കാണുന്നുണ്ട്. തൻ്റെ മകനെ അവനോ ഞങ്ങളോ ദ്രോഹിക്കില്ല. പിന്നെ ഞങ്ങളെ ഈ നാട്ടിൽ ആർക്കും അറിയാത്തതൊന്നും അല്ലല്ലോ. ഇനി തനിക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. നിങ്ങൾ സമ്മതിച്ച എന്നീ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഇവരുടെ വിവാഹം നടക്കും. നന്നായി ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി. നാരായണൻ അങ്ങനെ പറഞ്ഞതും വേണുവിന്റെ മുഖമൊന്ന് തെളിഞ്ഞു. അയാൾ തന്റെ ഭാര്യയൊന്ന് നോക്കി. അവര് സന്തോഷത്തോടെ സമ്മതം പോലെ തലകുലുക്കി. കൂടുതലൊന്നും ആലോചിക്കാതെ സമ്മതിക്ക് വേണു. നാരായണന്റെ കുടുംബത്തിൽ തന്റെ മകള് രാജകുമാരിയായിരിക്കും. സൂര്യമോൻ പാവം കുട്ടിയാ. നല്ല ദൈവഭയത്തോടെയാ അവനവർ വളർത്തിയത്. അവിടെ കൂടിയെന്നവർ കൂടി പറഞ്ഞതും വേണു പതിയെ തന്റെ മകളുടെ അടുത്തേക്ക് ചെന്നു. മോളെ! അയാൾ അവളെ ഡ്രസ്സിയോടെ വിളിച്ചതും ആ മുഖത്തെ നിസ്സഹായത ചന്തുവിന് വേഗം മനസ്സിലായി. തൻ്റെ അച്ഛൻ തന്നോട് അപേക്ഷിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായതും അവളുടെ ഉള്ളം വല്ലാതെ പിടഞ്ഞു. എനിക്ക് സമ്മതം. അയാൾ എന്തെങ്കിലും ചോദിക്കും മുമ്പ് ഒറ്റവാകിൽ ഉത്തരം നൽകിക്കൊണ്ട് അവൾ പോയി മണ്ഡപത്തിൽ തന്റെ പഴയ സ്ഥാനത്തിരുന്നു. സൂര്യ, നിനക്കെന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? നാരായണൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് അവനും പതിയെ നടന്ന് വരന്റെ സ്ഥാനത്ത് ചെന്നിരുന്നു. സൂര്യ തന്റെ വാമഭാഗത്തിരിക്കുന്ന ചന്തുവിനൊന്ന് തലചരിച്ച് നോക്കി. അല്ല, ശരിക്കും ഈ കല്യാണത്തിന് സമ്മതമാണോ തനിക്ക്? സൂര്യ മറ്റാരും കേൾക്കാതെ ചന്തുവിന്റെ ചെവിയിലായി പതിയെ ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ മിഴികളൊന്ന് തിളങ്ങി. സൂര്യ ചിന്തിക്കാതിരുന്നില്ല. അവൾ അവനിൽ നിന്ന് മുഖം മാറ്റിയപ്പോൾ എല്ലാം തന്റെ തോന്നൽ മാത്രമാണെന്ന് തോന്നിയവന്. പൂജാരി എടുത്തു കൊടുത്ത താലി അവൻ അവൾക്ക് നേരെ ഉയർത്തി. സമ്മതാണോ? കേട്ടിക്കോട്ടെ ഞാൻ. ഒരിക്കൽ കൂടി അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി ഉണ്ടക്കണ്ണുരുട്ടി. അത് കണ്ട് സൂര്യക്ക് എന്തോ പോലെ തോന്നി. അവന്റെ വാടിയ മുഖം കണ്ട് ചന്തു പതിയെ നിറഞ്ഞെന്ന് ചിരിച്ചു. അത് മതിയായിരുന്നു അവന്. എല്ലാ ആചാരങ്ങളുടെയും അനുഗ്രഹത്തോടെയും ചന്തുവിന്റെ കഴുത്തിൽ താലി ചാർത്തി അവളെ സ്വന്തമാക്കി സൂര്യ. താലി കെട്ടി കഴിഞ്ഞ് അവർ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി. വേണുവിന്റെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. എല്ലാവരിലും സന്തോഷം നിറഞ്ഞപ്പോൾ അവിടെ നിന്ന് വർണ്ണ അവരെ നോക്കി പുച്ഛിച്ചു. യാത്രാസമയം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നവളെ കണ്ട് സൂര്യ അവൾക്കടുത്തേക്ക് ചെന്നു. അവനെ കണ്ടത് വേണു കണ്ണു തുടച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. നോക്കിയേക്കണേ മോനെ, കുറച്ച് കുറുമ്പിയാ, എന്നാലും പാവാ. അയാൾ വാത്സല്യത്തോടെ പറഞ്ഞതും സൂര്യ അയാളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവന്റെ നീക്കം വേണുവിൽ അത്ഭുതം തീർത്തു. ചന്തു വിടർന്ന മിഴികളോടെ സൂര്യയെ നോക്കി. അച്ഛൻ ഇങ്ങനെ കരയരുത്. എൻ്റെ അച്ഛൻ്റെ മിഴികൾ നിറയാൻ ഇനി ഈ മകൻ അനുവദിക്കില്ല. ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെയും കൂടി അച്ഛനും അമ്മയാണ്.
നിങ്ങളുടെ മനസ്സ് ഞാൻ കാരണം ഒരിക്കലും നോവാൻ അനുവദിക്കില്ല ഞാൻ. അച്ഛൻ്റെയും മോള് ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും സംരക്ഷിക്കും. എനിക്ക് ജീവനുള്ളപ്പോൾ അവളെ മറ്റാരും വേദനിപ്പിക്കില്ല. വാക്ക്. അവൻ്റെ ആ വാക്കുകൾ തന്നെ ആ പിതൃഹൃദയത്തിന് ധാരാളമായിരുന്നു. അയാൾ അവൻ്റെ കവളിൽ സ്നേഹത്തോടൊന്ന് തലോടി. ആ നിമിഷം തന്നെ അവൻ അയാളുടെ നെഞ്ചിലേക്ക് ചാരി അയാളെ മുറുകെ പൊന്നു. സ്വന്തം മക്കളെ കല്യാണം കഴിപ്പിച്ച് യാത്രയാക്കുന്ന സമയം അവർ നെഞ്ചപ്പെട്ടി കരയും. സ്വന്തം പെണ്ണിനെ ആശ്വസിപ്പിച്ചാലും ഇന്നോളം ഒരു മരുമകനും അവരുടെ മാതാപിതാക്കളെ ഇത്രമേൽ ക്ഷമയോട് ആശ്വസിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ എനിക്ക് നിന്നെ നന്മ മനസ്സിലായി മോനെ. എനിക്കിനി ഭയമില്ല, പോയി വാ. ഇതേ സമയം വിഹാൻ അടികൊണ്ട് അവശനായ ആ ഇരുട്ടുമുറിയിൽ ഭയത്തോടെ കൂനിക്കൂടി കിടന്നു. ഇന്നലെ രാത്രി തന്നെ തട്ടിക്കൊണ്ടുവന്നവന്റെ ക്രൂരമായ മുഖവും താൻ ഈ നിമിഷം വരെ അനുഭവിച്ച പീഡനം ഓർക്കവേ ആരോപണ നെഞ്ചിൽ തീ കോരിയിട്ട പോലെ അവൻ നിന്ന് വിറച്ചു. ചന്തുവിനെ നഷ്ടമായ നിരാശയേക്കാൾ ഇപ്പോൾ അവനിൽ മരണഭയമാണ് മുന്നിൽ നിൽക്കുന്നത്. ചോരയുടെ ഗന്ധം നിറഞ്ഞ ആ ഇരുട്ടുമുറിയിൽ അവൻ അയാളെ ഭീതിയോടെ കാത്തിരുന്നു. അവന്റെ മടങ്ങി വരവിനായി, ആ മോൺസ്റ്റാറിന്റെ വരവിനായി. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ലച്ചു വളരെ സന്തോഷവതിയായിരുന്നു. അവൾ പതിയെ തൻ്റെ അടുത്തിരിക്കുന്നവളെ തലചരിച്ചു നോക്കി. ചന്തു പുറത്തേക്ക് കണ്ണുകൾ പായിച്ചിരിക്കുകയാണ്. സൂര്യയാണ് കാർ ഓടിക്കുന്നത്. നാരായൺ കോടറി സീരിയലും ബാനു ലച്ചുവിൻ്റെ അടുത്തുമാണ് ഇരിക്കുന്നത്. വീടെത്തിയതും ബാനു വേഗം തന്നെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. കയ്യിലെ താക്കോൽ കൂട്ടത്തിൽ നിന്നും ഒന്നെടുത്ത് അവർ വേഗം കതക് തുറന്നു. വേഗം തന്നെ അവർ പൂജാമുറിയിലേക്ക് പോയി നിലവിളക്കെടുത്തു. അപ്പോഴേക്കും ചില അയൽക്കാർ കാര്യങ്ങൾ അറിഞ്ഞ് ആ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ചന്തു പതിയെ ഇറങ്ങി. സൂര്യ അവളിൽ നിന്ന് നോക്കിയിട്ട് കാറിൽ നിന്നിറങ്ങി തൻ്റെ അച്ഛനെ കോടറി സീറ്റിൽ നിന്ന് കൈകളിൽ കോരിയെടുത്തു. ലച്ചു അപ്പോഴേക്കും കാറിന്റെ ഡിക്കി തുറന്ന് ഹോൾഡ് ചെയ്ത വീൽ ചെയറിനെടുത്ത് നിവർത്തി വെച്ചു. അതിലേക്ക് സൂര്യ പതിയെ നാരായണ ശ്രദ്ധയോടെ ഇരുത്തി. അപ്പോഴേക്കും പ്രഭ കത്തിച്ച നിലവിളക്കുമായി ഉമ്മറത്തേക്ക് വന്നിരുന്നു. ലച്ചു പിന്നീട് വീൽ ചെയർ കൈകാര്യം ചെയ്തു. എന്ത് വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചന്തുവിനെ കണ്ട് സൂര്യ അവൾക്കടുത്തേക്ക് ചെന്ന് അവളുടെ വലതുകരം കോർത്തു പിടിച്ചു. ചന്തുവിനെ ഞെട്ടലോടെ മിടിച്ചു നോക്കി. സൂര്യ അതൊന്നും കാര്യമാക്കാതെ ചന്തുവിനോട് ചേർന്നുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വലതുകാല് വെച്ച് അകത്തേക്ക് വാ മോളെ. ബാനവളെ സ്നേഹത്തോടെ വിളിച്ചതും അവൾ അല്പം വിറക്കുന്ന കൈകളോടെ മനസ്സിൽ നിറഞ്ഞ പ്രാർത്ഥനയോടെ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറി. പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ നിറച്ചിരിയോട് അവളോടൊപ്പം കയറി വരുന്നുണ്ടായിരുന്നു. മോളെ മുറിയിലാക്കിക്കോ ലച്ചു. ബാനു ലച്ചുവിനോട് പറഞ്ഞതും അവൾ വേഗം ചന്തുവിനെയും കൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോയി. മുറിയിൽ കയറി വാതിലടച്ചതും ചന്തുവിന്റെ മിഴികൾ മുന്നിലെ കാഴ്ച കണ്ട് കൂർത്തുപോയി. ഹോ ഹോയ് ഹോയ് ചിങ്കച്ചിക്കാച്ച ചിങ്കച്ചിക്കാച്ച. തകർത്ത് ഡപ്പാങ്കൂത്ത് പോലെ എന്തോന്ന് ആടിക്കളിക്കുകയാണ് ലച്ചു. എന്റെ പൊന്നു മോളെ, ഉമ്മ, എനിക്ക് സന്തോഷം കൊണ്ട് വയ്യേ. ചന്തുവിനെ ഒന്ന് പിടിച്ച് വട്ടം കറക്കിക്കൊണ്ട് അവൾ വീണ്ടും കളി തുടർന്നു. ചന്തുവിന് ദേഷ്യം വന്നതും അവളുടെ പുറത്തിട്ട് ഒരെണ്ണം അങ്ങ് വെച്ചു കൊടുത്തു. ആ എന്തടി പുല്ല നിനക്ക്? കളി നിർത്തിക്കൊണ്ട് പുറം ഒഴിഞ്ഞുകൊണ്ട് ലച്ചു അവളോട് ചോദിച്ചു. പിന്നെ ഞാനിവിടെ തീ നിൽക്കുമ്പോഴാണ്ടി നിന്റെ ഒടുക്കത്തൊരു പോട്ടം കളി? ചന്തു ദേഷ്യത്തോടെ ചോദിച്ചതും ലച്ചു അവളെ നോക്കി ഒന്ന് വിളിച്ചു. അതിന് നീ എന്തിനാടി പെണ്ണ തീയിൽ നിൽക്കുന്നേ? നീ ആഗ്രഹിച്ചതുപോലെ ഒരാളെ തന്നെ നിനക്ക് കെട്ടിയവനായിട്ട് കിട്ടിയില്ലേ? പിന്നെ എന്നെ പോലെ ഒരു അടിപൊളി നാത്തൂനും ഒരു അമ്മായിയമ്മയും വേറെ എന്താ നിനക്ക് വേണ്ടത്? ലച്ചു, തമാശ മതിയാക്ക്. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാടാ. ചന്തുവിന്റെ മിഴികൾ നിറഞ്ഞു. അയ്യോ എന്റെ ചന്തുസ് കരയാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആ വിഹാൻ എങ്ങാനും ആയത് നിന്നെ കെട്ടിയതെങ്കിൽ നിനക്ക് നിന്റെ ആഗ്രഹം പോലെ ഒരു ജീവിതം കിട്ടുമായിരുന്നു. എൻ്റെ ഏട്ടൊരു പാവാടാ. ഏട്ടൻ നിന്നെ പൊന്നു പോലെ നോക്കും. അമ്മയും അച്ഛനൊക്കെ നിന്നെ സ്വന്തം പോലെ തന്നെ കൊണ്ടു നടക്കും. ലച്ചു സ്നേഹത്തോടെ പറഞ്ഞു. എന്നാലും സൂര്യേട്ടന് ഇഷ്ടാകുമോ? ഞാൻ കണ്ട നാലു മുതൽ ഞാൻ ഏട്ടനോട് ഒരുപാട് കുറുമ്പ് കാട്ടിയിട്ടുണ്ട്. എന്നൊരു ചീത്ത കുട്ടിയായിട്ടാകും പുള്ളി കരുതിയിട്ടുണ്ടാകുക. ചന്തു ടെൻഷനോടെ പറയുന്നത് കേട്ട് ലച്ചുവിന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. സത്യം പറഞ്ഞ അപ്പോഴാണ് ലച്ചുവിന് ശരിക്കും സമാധാനമായത്. ചന്തുവിന് തന്റെ ഏട്ടനെ അംഗീകരിക്കാൻ പറ്റുമോ എന്നൊരു ഭയം അവൾക്കുള്ളിൽ അപ്പോഴും ചെറുതായി ഉണ്ടായിരുന്നു. അതാണിപ്പോ ഇല്ലാതായത്. ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ? ഒരീണത്തിൽ ലച്ചു പറഞ്ഞതും ചന്തു അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചു. അത് കണ്ട് ലച്ചുവിന്റെ മിഴികൾ അത്ഭുതത്തോടെ പറഞ്ഞു. ചന്തോസ്, ഡീ, നീ സത്യം പറ, നിനക്ക് നേരത്തെ എൻ്റെ ഏട്ടന് ഇഷ്ടമല്ലായിരുന്നു? ഒന്ന് പോടി തണ്ടി. ആളെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ആ പാവത്തരം കണ്ടപ്പോൾ ചെറിയ കുറുമ്പ് തോന്നി. അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും. ചന്തുവിന്റെ ശബ്ദത്തിൽ ചെറിയ സങ്കടം നിറഞ്ഞതും ലച്ചുവിന്റെ മുഖം വന്നു. ശരി, സമ്മതിച്ചു. അപ്പൊ നിനക്ക് എൻ്റെ ഏട്ടനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലേ? ലച്ചുവിന്റെ ചോദ്യം കേട്ട് ചന്തു ചെറിയോട് അവളെ നോക്കി. ലച്ചു, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പകപ്പിലായിരുന്നു ഞാൻ ഇത്രയും നേരം. പക്ഷേ ഈ താലി എപ്പം എൻ്റെ കഴുത്തിൽ വീണോ ആ നിമിഷം മുതലേ
ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. എൻ്റെ ജീവിതം ഇനി അദ്ദേഹമാണ്. സൂര്യയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് പ്രണയത്തോടെ ചന്തു അങ്ങനെ പറഞ്ഞതും ലച്ചോടെ മുറുകപ്പെടുന്നു. വിവരമറിഞ്ഞ ചില അയൽക്കാരും ബന്ധുക്കളൊക്കെ തടിച്ചുകൂടി. ഒടുവിൽ ഭാനു തന്നെ എല്ലാവരെയും ഒരുവിധം മടക്കി അയച്ചു. രാത്രിയായതും ലച്ചുവിൻ്റെ ഒരു മിടിയും ടോപ്പും ഇട്ടുകൊണ്ട് അവളുടെ കയ്യും പിടിച്ച് ചന്തു ഡൈനിങ് ടേബിളിലേക്ക് വന്നു. ഭാനു വേഗം തട്ടിക്കൂട്ടിയ കുഞ്ഞൊരു സദ്യ തന്നെയായിരുന്നു അത്താഴം. സൂര്യയും കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കാവ്യം കൊണ്ടും ബനിയനും ഇട്ടുകൊണ്ട് കഴിക്കാൻ വന്നു. പതിവിന് വിപരീതമായ ആ വീട്ടിൽ അന്ന് കളിച്ചിരികൾ മുഴങ്ങി കേട്ടു. ലച്ചുവും ചന്തവും കൂടി വാടക്കാതെ ബഹളം കൂട്ടി. സൂര്യതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ വേഗം കഴിച്ച് എഴുന്നേറ്റ് പോയി. ഭാനു നാരായണനെല്ലാം സന്തോഷത്തോടെ അവിടെ കളിച്ചിരികളിൽ മുഴുകി. 10 മണി കഴിഞ്ഞതും ചന്തുവിൻ്റെ കയ്യിലൊരു ഗ്ലാസ് ചൂടുപാലും വെച്ചു കൊടുത്തുകൊണ്ട് ഭാനുവളുടെ തലയിലൊന്ന് തലോടി. മോള് പോയി കിടന്നോ, അവനൊരു പാവ, നീ വേണം ഇനി അവനൊരു തുണയായി. ലച്ചു, നീ മോളെ മോൻ്റെ റൂമിലാക്കി കൊടുക്ക്. ഇത് കണ്ട ലച്ചു ചന്തുവിൻ്റെ ഇഞ്ചി കടിച്ചതുപോലെയുള്ള മുഖഭാവം കണ്ട് പൊട്ടി വന്ന് ചിരിക്കടിച്ച് പിടിച്ചു. വാ. ചന്തുവിൻ്റെ കയ്യും പിടിച്ച് ലച്ചു സൂര്യയുടെ മുറിക്കടുത്തേക്ക് കൊണ്ടുപോയി. ഡി, എനിക്കൊന്ന് പേടിയാവുന്നു. അയ്യേ, നിനക്ക് പേടിയോ? മോശം മോശം. ലച്ചു അവളെ കളിയാക്കി. അതിനാർക്കാ പേടി? ഞാൻ നിന്റെ ഏട്ടന് പേടിയായാലെന്ന് ഉദ്ദേശിച്ചത്. മാറി അങ്ങോട്ട്. ഉള്ളിലെ ഭയം മറച്ചു പിടിച്ചുകൊണ്ട് ലച്ചുവിനെ തട്ടി മാറ്റി അവൾ സൂര്യയുടെ മുറിയിലേക്ക് വലിയ ധൈര്യശാലിയെ പോലെ കടന്നു ചെന്നു. അവളുടെ പോക്ക് കണ്ട ലച്ചു അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി.